ബിയുമ്മയുടെ മരണത്തിൽ കണ്ണില്ലാ ക്രൂരത ചെയ്ത നരാധമന്മാരായ 4 പ്രതികൾ കൂടി അറസ്റ്റിൽ. ഡ്രൈവർക്കെതിരെ മനഃപൂർവമായ നരഹത്യയ്ക്ക് കേസ്. ഒരുപക്ഷെ പുറംലോകമറിയാതെ പോകുമായിരുന്ന ഒരു കൊടും ക്രൂരകൃത്യത്തിന്റെ സത്യം പുറത്തുകൊണ്ടുവന്നത് വയനാട് വിഷന്റെ ഇടപെടലിലാണ്. കേസിൽ നിർണായകമായ ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തലുകൾ പുറംലോകമറിഞ്ഞത് വയനാട് വിഷൻ ക്രൈം സ്പോട്ടിലൂടെ. 1-ാം മൈലിന് കയറിയപ്പോൾ ഒരു ബൈക്കിൽ വന്ന് ഓണടിച്ച് ഒച്ചപ്പാടാക്കി. കള്ള് ഷാപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി കയറ്റിയിരുന്നു, മേത്തേക്ക് കൂടെ കയറ്റിയിരുന്നു. പഴയ കള്ള് ഷാപ്പ് കഴിഞ്ഞ് കുറച്ച് മുമ്പിലെത്തിയപ്പോൾ ഡയറക്റ്റ് കൊണ്ടേ ഇടിക്കുന്നതാണ് കാണുന്നത്. ഇടിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മൻ്റെ ബാക്ക് ടയർ കയറി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത്. കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. ജൂൺ 8-ന് മദ്യലഹരിയിൽ ചൂരൽമല ഭാഗത്തേക്ക് യാത്ര ചെയ്ത കാസർഗോഡ് സ്വദേശികളായ 5 അംഗ സംഘം. ഇവരുടെ വാഹനത്തിന് മുന്നിലേക്ക് അബദ്ധത്തിൽ ബിയുമ്മയും അഫ്ലഹും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പെടുന്നു. കാസർഗോഡ് സ്വദേശികളായ പ്രശാന്ത്, നിതിൻ നാരായണൻ, ഒരു പ്രായപൂർത്തിയാകാത്ത വ്യക്തി, ഡ്രൈവർ അഖിൽ എന്നിവർ ഉൾപ്പെട്ട ഈ സംഘം വാക്കുതർക്കത്തിന് ശേഷം ബോധപൂർവം പിന്തുടർന്ന സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഏറ്റവും ഞെട്ടിക്കുന്നത് വാഹനം ബിയുമ്മയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കുകയും അഫ്ലഹിനെ നിരക്കിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നതാണ്. ആദ്യം പോലീസ് ഇതിനെ ഒരു അപകടമരണമായി കണക്കാക്കി. ഡ്രൈവർ അഖിലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. എന്നാൽ വയനാട് വിഷൻ പുറത്തുവിട്ട ദൃക്സാക്ഷികളുടെ മൊഴികൾ കേസിന്റെ ഗതി മാറ്റി. കേസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ നിന്ന് മനഃപൂർവ്വമായ നരഹത്യയായി പുനർനിർണയിക്കപ്പെട്ടു. വയനാട് വിഷന്റെ ഇടപെടലിനെ തുടർന്ന് ജീപ്പിലുണ്ടായിരുന്ന ബാക്കി 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ഈ സംഭവം മദ്യപിച്ച് വാഹനമോടിക്കുന്നതിൻ്റെയും റോഡിലെ അക്രമാസക്തമായ പെരുമാറ്റങ്ങളുടെയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് തുറന്നുകാട്ടിയത്. ഈ ക്രൂരകൃത്യം ഒരു സാധാരണ അപകടമായി മാത്രം രേഖപ്പെടുത്തിയേനെ. ബിയുമ്മയുടെ കുടുംബത്തിന് നീതി കിട്ടാനും സമൂഹത്തെ ഉണർത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞെന്ന് കരുതുന്നു.